ഹലോ. ഓക്കെ, അപ്പം ഇത്രയും ടൂൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഒരു തിങ്ങും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. LM സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. ഇപ്പോൾ ആരും നോക്കണ്ട, ഹെവി സൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അഡീഷണലി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരം ആപ്ലിക്കേഷൻസ് നമ്മൾ എടുത്ത് അത് യൂസ് ചെയ്യുന്നതാണ്. അല്ല, നിങ്ങൾക്ക് സ്വന്തമായി ഒരു ChatGPT ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളടുത്ത് സംസാരിക്കുന്ന ഒരു ഏജൻറ്റിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് LM സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ, ഈ ലാമ എന്ന് പറയുന്നത് ആക്ച്വലി ബൈ ഫേസ്ബുക്കാണ്. ഫാൽക്കൺ, ഇത് ഈ കാണുന്നതെല്ലാം തന്നെ ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ പേരാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാർജ് ലാംഗ്വേജ് മോഡലുകളെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ തന്നെ പല ഫാക്ടേഴ്സ് കാണുന്നുണ്ട്, പല പേരുകളിലായിട്ട്. ഇതിന് ഓരോന്നിനുമുള്ള ഫീച്ചറുകൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഇഫ് യു നീഡ് ടു കമ്പയർ യു ക്യാൻ ജസ്റ്റ് യൂസ് ഗൂഗിൾ ബാഡ് ഓർ എനി കൈൻഡ് ഓഫ് തിങ്സ്. ഇതിലേതാണ് ബെറ്റർ തിങ്? അവിടെ തന്നെ പല മോഡലുകൾ കാണുന്നുണ്ട്. 7B, 64B, അങ്ങനെ കുറച്ച് നമ്പറിംഗ് സിസ്റ്റം കാണുന്നുണ്ട്. ഇത് മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുമാത്രം ഡേറ്റയിലാണ് ഇത് ട്രെയിൻഡ് ആയത്. 7B ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് 7 ബില്യൺ ഡേറ്റാസിലാണ് ഇത് ട്രെയിൻഡ് ആയിട്ടുള്ളത്. സോ അത് അനലൈസ് ചെയ്ത് എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യണം. മേ ബി 64B മീൻസ് 64 ബില്യൺ ഡേറ്റയിലാണ് അത് ട്രെയിൻഡ് ആയിരിക്കുന്നത്. സോ എന്തുമാത്രം ഡേറ്റ കൂടുതൽ വരുന്നോ അത്രമാത്രം ടൈം എടുക്കാൻ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് പറയാനായിട്ട്. ആൻഡ് ഇത് പലരും പ്രൈവസി കൺസേൺസിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞത്. കാരണം നിങ്ങൾ പബ്ലിക്കലി ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ബെറ്റർ ഫോർ യു ഇൻ ലോങ് ടൈം. പക്ഷേ ഈ ഒരു സാധനം റൺ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 16GB റാം, 32GB റാം ആൻഡ് പ്രോസസ്സിങ് ആൻഡ് മറ്റേ പറയുന്ന പോലെ ഒരു സ്പീഡ് കിട്ടില്ല. ഉദാഹരണമായിട്ട് ChatGPTയുടെ നമ്മുടെ പ്രീമിയം വെർഷൻ 1600 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റം ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു സെർവർ എടുത്ത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 20-25K അറ്റ്ലീസ്റ്റ് മന്ത്ലി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു തിങ് അല്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ മറ്റേ ആപ്ലിക്കേഷൻസ്, എല്ലാ ആപ്ലിക്കേഷൻസിലേക്കും AI വരുന്നുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങളുടെ ERP, CRM അങ്ങനെ എന്ത് സോഫ്റ്റ്വെയർ വരിക്കുന്നുണ്ടെങ്കിലും അതിൽ 1 by 1 ഇത് വരിക എന്ന് AI കടന്നു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ മറ്റ് കമ്പനികൾക്ക് ഷെയർ ആവുക എന്നുള്ളതാണ് മീനിങ്. സോ അവിടെ പ്രൈവസി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതിനോടൊപ്പം മറ്റ് പലരും ചോദിച്ചത് നിങ്ങൾക്ക് AI നിങ്ങളുടെ ഇൻബിൽറ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞു. അതിനകത്തേക്ക് ChatGPT ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇവരൊക്കെ തന്നെ നമുക്ക് APIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പർച്ചേസ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ ഇന്ന് ടോട്ടലി ഡിസ്കസ് ചെയ്തത് എന്താണ് എന്ന് പറയുന്ന ബേസ് കണ്ടന്റും എന്തുമാത്രം ഫീച്ചേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ ടൂൾസും പോലും കാണിച്ചിട്ടില്ല. ആ ടൂൾസ് എല്ലാം തന്നെ മെയിൽ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. 1 by 1 ആയിട്ട് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ജനറലി ഇന്ന് എടുത്ത സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് 15 minutes അത് ഡിസ്കസ് ചെയ്യാം. എന്താണ് അപ്പം ChatGPTയിൽ നമുക്ക് വരണമെങ്കിൽ GPT-4-നകത്ത് നമുക്ക് ലൈവായിട്ട് സെർച്ച് ഇൻ വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. സെർച്ച് ഇൻ വെബിന് പകരം നിങ്ങൾക്ക് ഗൂഗിൾ ഇറ്റ് എന്നോ ഇല്ലെങ്കിൽ ബിങ് ഇറ്റ് എന്നോ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എക്സാക്റ്റ് റിലവൻ്റ് ഡേറ്റ തന്നെ സെർച്ച് ചെയ്തെത്തും. ഇവിടെ ഈ തരുന്നത് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കാണ്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് എവിടെ നിന്നാണ് ആ ഡീറ്റെയിൽസ് എടുത്തത് ആ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും.
ഇന്നലെ ഹ്യൂമൻ ട്രയൽസ് അവർ ഫിനിഷ് ചെയ്തു നമ്മുടെ ബ്രെയിനിലേക്ക് വേണ്ടുന്ന ചിപ്പുകൾ. പാർക്കിൻസൺസ് വളരെ യൂസ്ഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ മേക്കിംഗ് സൂപ്പർ ഹ്യൂമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ വെച്ചാൽ ഇത്തരത്തിൽ ചിപ്പ് വെച്ച് പ്രോസസ്സിങ് ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ തിങ്ക് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ആൻഡ് ദ ഫൺ ഫാക്ട് എന്ന് പറയുന്നത് എലൻ മസ്ക് ഇത് ഓൾറെഡി ഡെവലപ്പ് ചെയ്തു, മങ്കീസിൽ എക്സ്പെരിമെന്റ് ചെയ്തു, പക്ഷേ ഹ്യൂമൻ ട്രയൽസിന് കൊടുത്തിട്ടില്ല. US ഗവൺമെന്റ് ഇത് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ വർഷം പുള്ളി അനൗൺസ് ചെയ്ത് എനിക്ക് പെർമിഷൻ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ തലയിൽ ഇത് ട്രൈ ചെയ്യും. അവിടെ വേറെ ഒരു ഓപ്ഷനും ഗവൺമെന്റിന് പോലും ഇല്ലാത്തത് കൊണ്ട് ഹ്യൂമൻ ട്രയൽസിന് പെർമിഷൻ കൊടുത്തു. ആൻഡ് ഇന്നലെ അത് ട്രയൽസ് ഉൾപ്പെടെ എക്സ്പെരിമെന്റ് ഫിനിഷ് ചെയ്തു. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കൈ ലോസസ് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ ആമോ വല്ലതും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിപ്പിൽ നിന്ന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബോഡിയുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് പുള്ളി ഡ്രീം ചെയ്യുന്നത്. ആൻഡ് എലൻ മസ്ക് ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന ChatGPT, ഈ പറയുന്ന AI ഇതിന്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ChatGPTയുടെ മേജർ ഷെയർ ഹാൻഡിൽ ചെയ്തത് എലൻ മസ്ക് ആണ്. ആൻഡ് പുള്ളിയും വീണ്ടും അത് ChatGPT എല്ലാം വിട്ട് പുതിയ കമ്പനിയിലേക്ക് പോയി വീണ്ടും AI റിട്ടേൺ വരികയാണ്. അതിനുവേണ്ടിയാണ് എക്സ് ഇപ്പോഴേക്കും ട്വിറ്റർ വാങ്ങി എക്സ് എന്ന് റീനെയിം ചെയ്ത് വന്നിരിക്കുന്നത്. ട്വിറ്ററിലുള്ള സർവ്വ ഡേറ്റയും ഓൾറെഡി എലൻ മസ്ക് എടുത്ത് എലൻ മസ്കിന്റെ AI അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ആൾസോ കം ഇൻ 2024. ഇപ്പോൾ പ്രൈവസിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ചിപ്പ് ഉള്ളവർക്ക് കൊടുത്തിരിക്കുന്നത്. എക്സ്പെരിമെന്റ് നടക്കുന്നതേ ഉള്ളൂ. ആൻഡ് പ്രൈവസിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേർഡ് ഇല്ല. ആൻഡ് അതിൽ തന്നെ ഞാൻ പറയാം, ഞാൻ ഈ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ മൊബൈൽ മാറ്റിയിട്ടില്ല. ബാറ്ററി മാറി കഷ്ടപ്പെട്ട് ഉപയോഗിച്ച് അവസാനം OS ഉപയോഗിക്കാൻ പറ്റില്ല എന്ന ഗതികേട് വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം മാറിയത്. അതും ഞാൻ ഒരു ആപ്ലിക്കേഷനും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അടയ്ക്കുന്നത് അതിൻ്റെ എല്ലാം പെർമിഷനാണ്. ഈവൻ കയ്യിലുള്ള ഒരു അലാം ക്ലോക്കിന് പോലും നമ്മുടെ SMS കാണാനുള്ള പെർമിഷൻ ചോദിക്കുന്നത്. അവിടെ നമുക്ക് പിന്നെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. അത് ഏതായാലും വിത്തിൻ 2 days നിങ്ങൾക്ക്, കാരണം ഇന്നത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും ഞാൻ തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ഇനി നിങ്ങളുടെ യൂട്യൂബിലെല്ലാം AI കണ്ടന്റ്സ് മാത്രമായിരിക്കും കാണുന്നത്. ഓൾറെഡി വന്നു തുടങ്ങി. അല്ല, ഇനി അങ്ങോട്ട് ലൈഫിൽ ഇതായിരിക്കും കുറേ കാലത്തേക്ക് കാണുന്നത്. ആൻഡ് അതൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ യുവർ ലൈഫ് ഈസ് ഇൻ AI. നെക്സ്റ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻസ്? Last one. ഫോൺ നമ്പർ എൻ്റെ ചോദിച്ചിരുന്നത് ഇതാണ്. So we are concluding the AA session for the present. I mean, it was not our intention to make you all AI capable in one single day. I am sure all of us here will agree that it is impossible. So it's an ongoing learning process like any other learning process. This being more technical and more new, being very recent, I am sure you will have plenty of doubts and more once you start using it. Whoever wants to. Of course, any training program is directly dependent on the individual. Namala aptitude and attitude decides the ultimate result that you get from it. So definitely there is going to be a lot of questions, queries, and we wouldn't want you to be left in the lurch. So we have given a number of Abhi here. Maybe you can send a WhatsApp to him, and probably he would want to create a WhatsApp group for answering such questions or probably informing you of newer developments in AI. So I am sure all of you would have definitely got some insight into how we can make our job easy. Somebody was telling me about half an hour back, there are 2 ways of working hard and working smart. So this is working smart. So I am sure this session would be an eye-opener as to what world is going to be, how competitive we have to be even in tourism industry, and how gadgets are going to govern our life. So with this small conclusion,
we are ending the session. But before we go from here, we have the formal conclusion to be done by the KTM. Aina Mumbaite, I just want to tell you that all of you have been sent a feedback form in your registered mail. അപ്പോൾ അതൊന്ന് fill ചെയ്യണം. For those of you who can't access, because you would have the registered mail that you would have given, probably sometimes you may not be able to access in the gadget that you are having or it is in your office. അങ്ങനെയുള്ള ആൾക്കാർക്ക് if you can put up your hand, we have hard copies. So we'll give you the hard copy. For any training program, feedback is most important. Please be critical, because that is a very, very important component of improving, and definitely Abhi would agree. He was asking me right from the afternoon, how was the feedback? So definitely നമുക്ക് കുറേയൊക്കെ തലയുടെ മേലെ പോയിട്ടുണ്ടാവും, കുറേയൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും, but even 50% നമ്മൾ തലേൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ I think we have done a good job, right? So this is what is my thing. For those of you who have not having access for your feedback, we have hard copies. ഇത്ര നമുക്ക് കൊടുക്കാവോ? So whoever wants, we have hard copies here. So please fill up the feedback form and leave it here, and then we'll do the conclusion. Once your feedback is filled, we will do the final part of the program. Thank you, Abhi. Any other doubts you can?